Momma's dishwash liquid. Soft on hands. What a powerful! അയ്വാ, ഇതൊക്കെയാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. ഒവൈസി BJP ഹൈദരാബാദിന്റെ മണ്ണിൽ വെല്ലുവിളിച്ചു. ആൺകുട്ടികളാണെങ്കിൽ വിജയിച്ചു കാണിക്കുക. ഹൈദരാബാദ് കോർപ്പറേഷൻ നിങ്ങൾ പിടിച്ചു കാണിക്കുക. എന്നിട്ട് വാ എന്ന് ഒവൈസി ആണത്തത്തിന്റെ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ BJP യോഗിയെ ഇറക്കുന്നു, മോദിയെ ഇറക്കുന്നു, അമിത്ഷയെ ഇറക്കുന്നു, സ്മൃതി ഇറാനിയെ ഇറക്കുന്നു. അങ്ങനെ BJPയുടെ എല്ലാ വൻമരങ്ങളെയും കൊണ്ടുവന്ന് ഹൈദരാബാദിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. യോഗി പതിവ് രീതി തെറ്റിക്കുന്നില്ല. ഹൈദരാബാദിന്റെ മണ്ണിൽ വന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഹൈദരാബാദിന്റെ പേര് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റും. പകരം ഹൈദരാബാദിന് ഒരു പുതിയ പേരിടും. ആ പേരെന്ന് പറയുന്നത് ഭാഗ്യനഗർ എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിൽ തന്നെ വർഗീയം വിളിച്ചു പറഞ്ഞു യോഗി അടങ്ങുന്ന BJP നേതാക്കൾ. പക്ഷേ TRSഉം ഒവൈസിയും ശക്തമായി തന്നെ ആ വർഗീയതയെ ചെറുത്തു തോൽപ്പിച്ചു. ദാ ഇപ്പോൾ 150 വാർഡുകളിലേക്കുള്ള ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 150 വാർഡുകളിൽ 70 ചന്ദ്രശേഖർ റാവുവിന്റെ TRS മുന്നിട്ട് നിൽക്കുമ്പോൾ 42 കൃത്യമായ മേൽവിലാസത്തോടു കൂടി വമ്പൻ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് ഒവൈസി. എന്നാൽ BJP ആവട്ടെ 3-ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. പലയിടങ്ങളിലും BJPക്ക് ചെറിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടെങ്കിൽ പോലും അത് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അത് അവസാനിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഹൈദരാബാദിന്റെ മണ്ണിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒവൈസിയും ചന്ദ്രശേഖർ റാവുവും കൃത്യമായിട്ടുള്ള പോരാട്ടം ഹൈദരാബാദിന്റെ മണ്ണിൽ കാഴ്ചവെക്കുമ്പോൾ അമിത്ഷാ വന്നിട്ടും മോദി വന്നിട്ടും യോഗി വന്നിട്ടും സ്മൃതി ഇറാനി വന്നിട്ടും ഒരു ചൂക്കും ചെയ്യാൻ BJPക്ക് ഹൈദരാബാദിന്റെ മണ്ണിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഹൈദരാബാദ് ഗ്രേറ്റർ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ ആധിപത്യത്തോടെ TRSഉം ഒവൈസിയും മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന കാഴ്ചയായിരിക്കും ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.